ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനൽ ഡബ്ലിൻ മല്ലു വേൾഡ് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. നമ്മൾ കുറേ നല്ല ആക്റ്റീവായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 10,700ഓളം സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്കുണ്ടായി. സോ എല്ലാവരുടെയും സപ്പോർട്ടാണ് അത് വലിയൊരു കാര്യം. അതുപോലെ തന്നെ കൃപാസന വീഡിയോയുടെ ഒത്തിരി കാര്യങ്ങൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറേയധികം ഫോളോവേഴ്സ് നമ്മൾക്ക് കൃപാസനത്തിൻ്റെ വീഡിയോസിൽ ഉണ്ട്. സോ അവിടെയൊക്കെ കുറച്ച് പേരുടെ റിക്വസ്റ്റാണ് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങണം എന്നുള്ളത്. സോ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പം വാട്സപ്പ് ഗ്രൂപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃപാസനം ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 17 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. കുറേയധികം മെമ്പേഴ്സ് ഇപ്പോൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മോസ്റ്റ്ലി നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃപാസനം എന്ന് പറയുന്ന ആ വലിയൊരു അനുഭവം എല്ലാവരിലേക്കും എത്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും അതിന് സാക്ഷികളാവുക എന്നുള്ള ആ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മളത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ഒത്തിരി കൃപാസനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ നമുക്ക് അതിനുള്ളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് കിട്ടിയ അനുഗ്രഹം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ്. അതല്ലാതെ നമ്മളെ ആരും കൃപാസനത്തിൻ്റെ പേരിൽ നമ്മൾ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, നിങ്ങൾ ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെയല്ല. നമ്മൾക്ക് ഓരോരുത്തരും കൃപാസന ഉടമ്പടിയിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുകയും അതുപോലെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്. അല്ലാതെ ഇവിടെ മതമാറ്റങ്ങളോ അല്ല അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സന്തോഷമായിട്ട് നമ്മൾ പോകുന്നൊരു ചെറിയ ഗ്രൂപ്പാണ് നമ്മുടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിയോഗങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ കൃപാസനപരമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഉള്ളിൽ വീഡിയോസായിട്ടും പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് അതിനുള്ളിലേക്ക് സജസ്റ്റ് ചെയ്യാം. ബട്ട് കൃപാസനത്തിൽ വിശ്വസിക്കുന്ന ആളുകളെയും മാതാവിൽ വിശ്വാസമുള്ള ആളുകളെയും ഈശോയിലൊക്കെ വിശ്വാസമുള്ള ആളുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പം നമ്മൾക്കും ഹെൽത്തി ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് കൊണ്ടുപോകാൻ സാധിക്കും. പലർക്കും പല അഭിപ്രായങ്ങളുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പല മതവിശ്വാസങ്ങളുള്ളവരായിരിക്കാം. ഏതുമായിക്കോട്ടെ, അതൊന്നും നമുക്കൊരു കാര്യം, നമ്മളെല്ലാവരും ഒരുപോലെയാണ് അല്ലേ. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും ഒരുപോലെ തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമ്മൾ സ്നേഹിച്ചും സഹകരിച്ചും അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെയറൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. ഒത്തിരി ഹിന്ദു മതത്തിലുള്ള ആളുകൾ നമ്മുടെ കൃപാസനപരമായിട്ടുള്ള വിശ്വാസങ്ങളിലേക്ക് വന്നവർ ഒത്തിരി പേരുണ്ട്. അവർ ആ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചൊല്ലി മതാവിൽ വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. നല്ലൊരു കാര്യം തന്നെയാണ് അത്. നമുക്ക് ഇനിയും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നമുക്ക് കൃപാസനത്തിൽ ഏതെല്ലാം രീതിയിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്കും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും അറിയിക്കാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ നമ്മൾ കൃപാസനത്തിന് വലിയൊരു സാക്ഷികളാവട്ടെ. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ്. എനിക്ക് ഈ ഒരു കൃപാസനവുമായിട്ട് നല്ല ബന്ധമുണ്ടാവുകയും അതുപോലെ തന്നെ കൃപാസനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൃപാസനത്തിൻ്റെ ആ വിശ്വാസം അല്ലെങ്കിൽ ആ കൃപാസനത്തിൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ഒരു പ്രേരണ കിട്ടുകയും ചെയ്തു. എൻ്റെ പേഴ്സണൽ ജീവിതത്തിലുണ്ടായ ഒത്തിരി മാറ്റങ്ങൾ, കൃപാസന ഉടമ്പടി എന്ന് പറയുന്ന വലിയൊരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന കുറേ മാറ്റങ്ങൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ മാത്രമാണ് നമ്മൾ കൃപാസനത്തിൻ്റെ ഈ ചെറിയ ഗ്രൂപ്പ് തുടങ്ങിയും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് യൂട്യൂബിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതല്ലാതെ വേറെ ഒന്നും അതിൻ്റെ അകത്ത് ഇല്ല. നമ്മൾ പണത്തിന് വേണ്ടിയിട്ടോ അല്ല അങ്ങനെ വേണ്ടിയിട്ടോ ഒന്നുമല്ല. കുറേ പേര് അങ്ങനെയൊക്കെ മെസ്സേജ് ഇട്ടിരുന്നു. പക്ഷേ അതൊക്കെ എന്തോ ആവട്ടെ. ബട്ട് നമ്മളിങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഗ്രൂപ്പാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ചില ദിവസങ്ങളിൽ നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മളെല്ലാവരും ഒന്ന് കാണുന്നതായിരിക്കും, സംസാരിക്കുന്നതായിരിക്കും, കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രാർത്ഥനകളുണ്ടാവും, പാട്ടുകളുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അതിനുണ്ടായിരിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാം. ബട്ട് നല്ല നമ്മൾക്ക് വിശ്വാസമുള്ള ഫ്രണ്ട്സുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്കുകൾ അയച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇന്നത്തെ ഒരു വീഡിയോ കോൺഫറൻസിൽ ആക്ച്വലി കുറച്ച് പേരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. എല്ലാവരോടും സംസാരിക്കാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. കുറച്ച് പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹാരം ഉണ്ടാവണം അല്ലേ. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഗ്രൂപ്പ് കൊണ്ടുപോകാൻ ശ്രമിക്കാം. അപ്പം നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യുകയാണ്. ഓൾ ദി ബെസ്റ്റ്. കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും സമൃദ്ധമായിട്ടുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ.